ബ്രിട്ടീഷുകാരുടെ നിരോധനങ്ങൾ വരെ അതിജീവിച്ച 100 വർഷത്തെ പാരമ്പര്യമുള്ള RSSന് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? RSS രജിസ്റ്റർ ചെയ്യണമെന്നും കണക്കുകൾ കാണിക്കണമെന്നും ആവശ്യപ്പെട്ട കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെക്ക് RSS മേധാവി മോഹൻ ഭാഗവത് നൽകിയ കിടിലൻ മറുപടി ഇപ്പോൾ രാഷ്ട്രീയ ഭാരതം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. RSS അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് സംഘടന നിയമപരമായി രജിസ്റ്റർ ചെയ്യണമെന്നും സാമ്പത്തിക ഇടപാടുകൾ വെളിപ്പെടുത്തണമെന്നുമൊക്കെ ആവശ്യപ്പെട്ട് കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ മോഹൻ ഭാഗവതിന് തുറന്ന കത്തെഴുതിയത്. അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ 2025-26 കർണാടക റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് മാത്രം RSSന് 4127 പ്രതിദിന ശാഖകളും 1389 പ്രതിവാര മിനലുകളും 60 പ്രതിവാസ മണ്ഡലികളുമുണ്ട്. 19.61 ലക്ഷം പേർ പങ്കെടുത്ത 2194 സമാജോത്സവങ്ങളും 2.21 ലക്ഷം ഗണവേഷധാരികൾ പങ്കെടുത്ത 562 റൂട്ട് മാർച്ചുകളുമാണ് കർണാടകയിൽ നടന്നത്. ഇത്രയും വലിയ സ്വാധീനമുള്ള സംഘടന ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണമെന്നായിരുന്നു ഖാർഗെയുടെ ആവശ്യം. എന്നാൽ ഹിന്ദുമതം എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുപോലെയാണ് RSSും എന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ ശാന്തവും എന്നാൽ ശക്തവുമായിട്ടുള്ള മറുപടി. സർക്കാർ ഫണ്ട് ആവശ്യമുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇക്കൂട്ടരുടെ മറ്റൊരു വാദമാണ് RSSന് ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനയോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പച്ചക്കള്ളമാണ് ഇവർ പടച്ചുവിടുന്നത്. 1949 സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം RSS തങ്ങളുടെ ലിഖിതമായ ഭരണഘടന കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ സർസംഘചാലക്, സർക്കാര്യവാഹ്, പ്രാന്ത് പ്രചാരക് തുടങ്ങിയ താഴെ തട്ടിലുള്ള ഭാരവാഹികളുടെ വരെയുള്ള കൃത്യമായിട്ടുള്ള അധികാര ശ്രേണിയും തിരഞ്ഞെടുപ്പ് രീതികളുമൊക്കെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ എന്തെങ്കിലും കൊനിഷ്ടുകൾ ഒപ്പിക്കുമ്പോൾ ഇവർ IS ഈക്വൽ ടു RSS ഈക്വൽ ടു ICIC ഈക്വൽ ടു HDFC എന്നൊരു വിചിത്ര ബാലൻസിംഗ് ഒക്കെ നടത്താറുണ്ട്. ദിവസവും ആയിരക്കണക്കിന് ശാഖകളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ തുറസായ സ്ഥലങ്ങളിൽ പരസ്യമായി ഒത്തുകൂടുന്ന ഈ സംവിധാനത്തെ ഒളിവിലിരുന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമായിട്ട് ആണ് ഇവർ താരതമ്യം ചെയ്യുന്നത്. RSS നാളിതുവരെ എന്ത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും മിണ്ടാട്ടമില്ല. 65 കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ RSSനെതിരെ ചുമത്തിയിട്ടുള്ള ഒരു UAPA കുറ്റകൃത്യം ഒരെണ്ണം ഇവർക്ക് കാണിച്ചു തരാനുമില്ല. ഇനി ഇതിന്റെ നിയമപരമായിട്ടുള്ള ലോജിക്ക് നമുക്ക് നോക്കാം. സൊസൈറ്റീസ് ആക്ട് പ്രകാരം RSS നേരിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നത് സാങ്കേതികമായിട്ടുള്ള അത് വസ്തുതയാണ്. എന്നാൽ ഇന്ത്യൻ നിയമപ്രകാരം RSS എന്നത് ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ കൂട്ടായ്മ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ആദായ നികുതി വകുപ്പും കോടതികളുമൊക്കെ ഈ നിയമപരമായിട്ടുള്ള സ്റ്റാറ്റസ് വ്യക്തമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ നിയമങ്ങൾ പ്രകാരം ഈ സംഘത്തിന് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു നിർബന്ധവും ഇല്ല. ഒരു ആശയാധിഷ്ഠിത മാതൃസംഘടന അല്ലെങ്കിൽ അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന RSSന്റെ കീഴിലുള്ള ആയിരക്കണക്കിന് ട്രസ്റ്റുകളും ഉപസംഘടനകളും, ഉദാഹരണത്തിന് സേവാഭാരതി, വിദ്യാഭാരതി വിദ്യാലയങ്ങൾ, അവയുടെയൊക്കെ സാമ്പത്തിക ഭരണപരമായിട്ടുള്ള കാര്യക്ഷമതയ്ക്ക് വേണ്ടി കൃത്യമായി രജിസ്റ്റർ ചെയ്ത് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത ഒരു വ്യക്തികളുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് നിയമപരമായി രജിസ്റ്റർ ചെയ്ത സ്വതന്ത്ര ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നതിൽ ഇന്ത്യൻ നിയമത്തിൽ യാതൊരു വിലക്കുമില്ല എന്ന പരമാർത്ഥം കോൺഗ്രസിന്റെ കുബുദ്ധികൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനോട് കണ്ണടയ്ക്കുന്നു. ചുരുക്കത്തിൽ 2028 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനും സ്വന്തം ഭരണപരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന വെറും വില കുറഞ്ഞ രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഇത് രാഷ്ട്രീയക്കാരുടെ സർട്ടിഫിക്കറ്റോ രജിസ്ട്രേഷൻ കടലാസുകളോ അല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പിന്തുണയാണ് RSSന്റെ യഥാർത്ഥ കരുത്ത്. 100 വർഷമായി ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വയം സേവക പ്രസ്ഥാനത്തെ വെറും അധികാരത്തിന്റെ ബലത്തിൽ ഭയപ്പെടുത്താമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. സാംസ്കാരിക ദേശീയതയുടെ ഈ മുന്നേറ്റത്തെ തടയാൻ ഒരു കടലാസുകൾക്കും കഴിയില്ല. ന്യൂസ് ഡെസ്ക്.